കഴിഞ്ഞ ദിവസം പ്രസ്താവനകൾ കണ്ടില്ല. അപ്പൊ പുള്ളിയെ പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചതൊക്കെ പാർട്ടിയായിട്ട് ഇങ്ങനെ അകന്നു പോവുകയാണ്. കോൺഗ്രസ് ജീസുകാരനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? വരട്ടെ, ആയിട്ടില്ല. സംസ്കാര സാഹിത്യയുടെ പരിപാടി പങ്കെടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ ഈ സൈബർ ആക്രമണം. ജി സുധാകരൻ CPM-ലെ മുതിർന്നൊരു നേതാവാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ആളാണ്. രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോഴും നല്ല വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെയും സത്യസന്ധമായ നിലപാടുകളുടെയും ആളാണ്. അദ്ദേഹത്തിനെതിരെ CPM-ന്റെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല, ഞങ്ങളത് നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അത് ചെറുക്കാൻ പ്രാപ്തനാണ്, ശക്തനാണ്, കരുത്തുള്ള ആളാണ്, നിലപാടുകളുള്ള ആളാണ്, പരിചയസമ്പന്നനാണ്. ഞങ്ങളെ ലളിതമായൊരു ചോദ്യം നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇത് നേരത്തെ ചോദ്യം എന്തായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പായി, അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പായി. ഇപ്പോഴാണോ ഈ വികസനം? ഇപ്പോഴാണോ ഈ കോൺക്ലേവ്? 5 കൊല്ലം കഴിഞ്ഞില്ലേ? ഞാൻ ഒരു സിമ്പിൾ ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങളോടും അതുവഴി ജനങ്ങളോട് ചോദിക്കുകയാണ്, മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർലമെന്റ് ഇലക്ഷന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ 140 നിയോജകമണ്ഡലങ്ങളിലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നവകേരള സദസ്സ് സംഘടിപ്പിച്ചായിരുന്നല്ലോ. 140 സ്ഥലങ്ങളിലും പോയല്ലോ. മന്ത്രിമാരെല്ലാവരും ആ കൂടെ പോയല്ലോ. വലിയ പണം അതിനായിട്ട് സമാഹരിച്ചല്ലോ. ഗവൺമെൻറ് പണം ചെലവഴിച്ചല്ലോ. എല്ലാ സ്ഥലങ്ങളിലും പിരിവ് നടന്നല്ലോ. എന്ത് ഫലം അതിൽ നിന്നുണ്ടായി? 2023 നവകേരള സദസ്സിൽ നിന്ന് എന്ത് ഫലം? ഏത് നിയോജക മണ്ഡലത്തിൽ? അന്നാണ് പാലായിൽ പ്രസംഗിച്ചത്. പാലായിൽ MP ചാഴികാടൻ പാലായുടെ വികസന ആവശ്യം പ്രസംഗിച്ചപ്പോൾ അതിനെ കളിയാക്കി ചെയ്ത മുഖ്യമന്ത്രി. അന്നാണ് ഷൈല ടീച്ചർ മട്ടന്നൂർ പ്രസംഗിച്ചപ്പോൾ അതിനെ കളിയാക്കിയ മുഖ്യമന്ത്രി ചെയ്തത്. അതിന് എന്ത് റിസൾട്ട് ഉണ്ടായി? ഇവർക്കെല്ലാം സ്വന്തം മുന്നണിയിലെ ജനപ്രതിനിധികൾക്ക് പോലും ആക്ഷേപം കേൾക്കേണ്ടി വന്നു എന്നതൊഴിച്ചാൽ എന്ത് റിസൾട്ട് ഉണ്ടായി എന്ന വ്യക്തമായ ചോദ്യത്തിന് ഉത്തരം പറയണം. ഞങ്ങളിപ്പോൾ പറയുന്നു, ഇപ്പോൾ കാണിക്കുന്ന ഈ മേളകൾ, സർക്കാർ ചെലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മാത്രമാണ്. ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഇതിനൊരു റിസൾട്ട് ഉണ്ട്.